കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തുണ്ടായേ? ഒന്നും പറയണ്ട എന്റെ മോളെ. ഇന്നലെ എല്ലാരും കൂടി ഇരുന്നിട്ട് TV കണ്ടോണ്ടിരിക്കായിരുന്നു, ഫുട്ബോള്. അതിനിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് പതുക്കെ പോകാൻ പുറത്തേക്ക് പോകണുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരലർച്ച. എല്ലാരോടെ ചെന്ന് നോക്കുമ്പോ ഇവൻ പെരപ്പുറത്തും കണ്ട കയറിയിട്ട് അതിന്റെ മുകളിൽ നേരെ അടന്ന് താഴെ വീണിരിക്കുകയായിരുന്നു. അപ്പൊ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതാ കാലിന്റെ അവിടെ ഒരു പൊട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല കുമാരി, അത് അവൻ പറയണിപ്പൊ നമുക്ക് വ്യക്തമാവാണ്ടാണ്. കണ്ട അമ്മാവൻ ജാതകം ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായി സമ്മേളനത്തിന്. അപ്പൊ അതിന് പോകാൻ പറ്റൂലല്ലോ എന്ന് പറയണേന്ന്. ഞാനാണ് എന്റെ ഇടയിൽ കുടുങ്ങി പോയെ. പോവാൻ പറ്റും. കരയണ്ട, അമ്മ എന്തോ പറയണ്. മനസ്സിലാവണില്ല മോളെ. ഇത് തന്നെ മറ്റന്നാത്തെ കളി കാണാൻ പറ്റൂലെന്നാ പറയണത്. മറ്റന്നാത്തെ കളി അതൊക്കെ കണ്ടൂടെ നിനക്ക്? കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ മിണ്ടാതിരുന്നടാ, അത് മാറിയിട്ട് പറയാലോ. അതിലെന്താ ഇപ്പൊ വ്യത്യാസം? ഞങ്ങളെ 3 പേരെ പോലെ തന്നെയാണ് അച്ഛനും അമ്മക്കും അപ്പു കേട്ടിട്ട്. അതെ, നീ ഒന്ന് തർജ്ജമ ചെയ്യാണ്ടിരുന്നടാ. മോനെ എന്തിനിപ്പൊ അങ്ങനെ പറയണ? ആരില്ല പുണ്യ മാർഗം. തൊടണ്ട വേദന എന്താണത്? അത് മരപ്പട്ടിയാണ്, മരപ്പട്ടി. മരപ്പട്ടിയാണെന്ന് പറഞ്ഞത്. രണ്ടെണ്ണം. അതിനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? അതിനെ കൊല്ലാൻ അതെ, കൊല്ലാൻ പറ്റണ്ടല്ലേ. ഒരു പണി, എല്ലാരും പുറത്തോട്ട് പോയിക്കോ. എല്ലാരും പോയിക്കോ. ഇറങ്ങിയല്ലേ, സ്വസ്ഥത കൊടുക്ക്. റെസ്റ്റ് എടുക്കാം. അമ്മാൻ പോയിക്കോ. അച്ഛനോട് ഇരിക്കട്ടെ. അച്ഛനും വേണ്ട, പോയിക്കോ. വർത്തമാനം പറയാതിരിക്കോ. ഞാനിവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കാം. കുമാരി വേണ്ട, പോയിക്കോ. കുമാരി വേണ്ട. ആരും വേണ്ട. ഞാനുണ്ട്, കൂടെ ഉണ്ടാവും. ഞാൻ ഒറ്റക്ക് കൂടെ ഉണ്ടാവും കേട്ടാ. ഇടയ്ക്ക് വരാട്ടെ. മോളിലൊന്നും കണ്ടിട്ടില്ല, അതൊക്കെ അപ്പുവേട്ടന്റെ തോന്നലാണ്. ഇല്ല, അതെ, ആവശ്യമില്ലാത്തോടത്തോണ്ട് പോയി തലയിട്ടിട്ടല്ലേ തലക്കിപ്പ് ഇങ്ങനെ വന്നത്. മുണ്ടാതെ കിടന്നോടെ കേട്ടാ. ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടന്നു. ഷാഹിന, പേടിക്കണ്ട, ഞാനാണ്. ഉറങ്ങിയാണ് നീ? മയങ്ങിപ്പോയതാ. പുണ്യേട്ടന് ചെറിയ പരിക്കൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇതിന്റെ പുറത്തോട്ട് പിടച്ച് കയറിയിട്ടല്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ്? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പുവേട്ടനെ കാണാൻ കുമാരി വന്നപ്പോ കൊണ്ടുവന്നാണ് ഉണ്ണിയപ്പം. എന്നാ കംപ്ലീറ്റ് എടുത്തോ, ഒന്നാക്കണ്ട. എന്നാ വെള്ളം കുടിച്ചോട്ടാ. വിശക്കണല്ലേ എനിക്ക്? നല്ല വിശപ്പുണ്ട്. അതാ കഴിച്ചോ. അത് പേടിച്ചു പോയാ ഒറ്റക്ക് ഇരുന്നിട്ട്? ഇത്തിരി പ്രശ്നങ്ങളുണ്ടേ. ഞാൻ അതിന്റെ പുറകെ കിടന്ന് ഓടായിരുന്നു. ഞാനും സമാധാനമായിട്ടിരിക്കല്ല. നീ കഴിച്ചോ? വേണ്ട, ഇറങ്ങൂല എനിക്ക്. അതെ അമ്പിളിക്ക, നമ്മുടെ ജീവിതം ഈ അച്ഛന്റെ മുകളിൽ തീരുവോ? അത് നമുക്കൊരു പ്രതിസന്ധി വന്നാണ്ടല്ലേ ഷാഹിന. ഞാൻ മനോഹരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വാടക വീട് നോക്കാൻ. ഇനി അഥവാ നമ്മൾ ഇവിടെ കയറ്റിയില്ലെങ്കിൽ നമുക്ക് ആ വീട്ടിലേക്ക് മാറാം കേട്ടാ. അയ്യോ, അപ്പൊ അതുവരെ എനിക്ക് കുളിക്കാൻ ബാത്റൂമിൽ പോകുന്നു വേണ്ടേ? അതിന് ഇന്ന് നിന്നെ എന്റെ റൂമിലേക്ക് ഞാൻ കൊണ്ടുപോകില്ലേ? ഞാനിങ്ങനെ താഴേക്ക് വരും, എന്നെ ആരെങ്കിലും കാണില്ലേ? ഷാഹിന, ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങി ചെന്നിട്ട് ആരും ഇല്ലാത്തൊരു സമയം നോക്കി നിന്നെ കോൾ ചെയ്യും. അപ്പൊ നീ ഇവിടുന്ന് നേരെ ഇറങ്ങി വരുമ്പോ ഒരു ഗോണിപ്പടിയുണ്ട്. ആ ഗോണിപ്പടി ഇറങ്ങി വരുമ്പോ താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വാതിലുമ്മ.
ആ മുറിയുടെ വാതിൽ ഞാൻ തുറന്നിട്ടേക്കാം, നീ അങ്ങോട്ട് കയറിയാൽ മതി, ഞാൻ അതിൻ്റെ അകത്തുണ്ടാവും കേട്ടാ. ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങി വരുമ്പോൾ താഴെ ബോർഡ് നോക്കിയാൽ മതി, നീ വേറെ ഒന്നും നോക്കണ്ട. ആ ബോർഡുള്ള റൂം എൻ്റെ റൂമാണ്. കഴിച്ചോ അത്? അതേ, നീ എന്താ ഈ ബാഗ് ഇങ്ങനെ അമ്മക്ക് പിടിച്ചാണ്? എന്തെന്നാ അതിലെടുത്തോണ്ട് വന്നേക്കണത്? വേറെ ഡ്രസ് ഉണ്ടാ? ആ, അപ്പൊ നീ ഇറങ്ങി വരുമ്പോഴേ ഈ പറുത മാറ്റിയിട്ട് ആ ഡ്രസ്സ് ഇട്ടോ. ഇനി പറുത കണ്ടിട്ട് ആരും തല്ലിയലിച്ച് വീഴാൻ നിൽക്കണ്ട. ഡ്രസ്സാവുമ്പോ വല്ല കുമാരി ഇതിലേ പോണേന്ന് ഓർത്തോളും കണ്ടാലും കേട്ടാ. ഞാൻ പോയിക്കോട്ടെ എന്നാ അങ്ങോട്ട്. അവിടെ ചെന്ന് ആരും ഇല്ലാത്തൊരു സമയം വന്നാ നിന്നെ വിളിക്കും. നീ തയ്യാറായിട്ടിരിക്കണം. ഇവിടെ ഇരുന്ന് ഉറങ്ങിയൊന്നും ചെയ്യരുത് കേട്ടാ. ആ, എന്നാ കഴിക്കോ. വെള്ളവും കുടിച്ചോട്ടാ. എന്നാ ആയിക്കോട്ടെ. ആ പിന്നെ ഫോൺ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇതിൽ വിളിച്ചോളാം. ശരിയെന്നാ. വരൂല, നീ അങ്ങാട് വരണം. ആ, വേഗം വിളിക്കാം. ആ ഷൈന, അതെ ഇവിടെ ഇപ്പം സേഫാണ്, ആരുമില്ല. നിങ്ങൾ പെട്ടെന്ന് പോര് കേട്ടാ. ഞാൻ റൂമിലുണ്ട്. ആ, ധൈര്യമായിട്ട് പോര്, ഇറങ്ങിക്കോ. ശരിയെന്നാ. വയറ് കളിയിട്ട് പാടില്ല, ഒന്ന് ബാത്റൂമിൽ പോട്ടെ. എന്തൊരു പൊടി മാറാലെയാണ്. ഈ ചെക്കന് ഈ മുറി ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? എല്ലായിടത്തും എൻ്റെ കൈ എത്തണം എന്ന് പറഞ്ഞാ എന്താ വെൽരാമേട്ടാ? എന്താണ്? ആ, വരുന്നേ. ഒരു പണി എടുക്കാനും സമ്മതിക്കില്ല. ഇതുവരെ വന്നില്ലേ ഷാഹിന? ഷാഹിന,
ഷാഹിന ഷാഹിൻ ചേട്ടാ എന്താണ് ചേട്ടാ എന്താണ് ഇങ്ങോട്ട് വാ. എന്താ കാര്യടാ? മുകളിലൊരു സൗണ്ട് കേട്ട് വേമ്പാ എന്താണ്? ഇങ്ങോട്ട് വാ. അയ്യോ നിങ്ങൾ അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വാ. എന്താണ്? ഇങ്ങോട്ട് വാന്ന്. എന്താണ്? അനന്തേട്ടൻ മുകളിൽ എന്തോ സൗണ്ട് കേട്ട്, വലിയ സൗണ്ട്. ഞാനൊരു അത്യാവശ്യം കൂടുതലാടാ. അത് പിന്നെ വിളിക്കാം, എന്തോ ഗുരുതരമായിട്ട് നടന്നിട്ടുണ്ട്. അതെ, കട്ട് ചെയ്തോ. ആ പിന്നെ വിളിക്കാം വാ. എന്താ സംഭവം? എന്താണെന്ന് എനിക്കറിയാമല്ലോ, ഒറ്റയ്ക്കെല്ലാം പേടിയായിട്ടാണ്. പോയി നോക്കിക്കൂടാ നിനക്ക്? ഒന്ന് മൂത്ത ആളല്ലേ, ഒന്ന് പോ. ഇതൊക്കെ ഞൊറിഞ്ഞു കൊടുത്ത് നിക്കല്ലേ, ഇങ്ങോട്ട് വാ വാ വേമ്പാ. എന്ത് നോക്കി നിൽക്കുന്നത്? ഒന്ന് വന്ന് എന്താ നിനക്ക്? അങ്ങനെ നോക്ക്, മൂത്ത ആളാണെന്നും പറഞ്ഞിട്ട്. എന്താണ് സംഭവം? എന്താന്ന് പറ. എന്ത് ശബ്ദം കേട്ട? അവിടെ കയറ്. എന്ത് ശബ്ദം? ഒരു സൗണ്ട്. ഷാഹിന, നിന്നോടാരാണ് അങ്ങാട്ട് ഓടിച്ചെല്ലാം പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബോർഡുള്ള മുറിയിൽ കയറണോന്ന്. ബോർഡല്ലേ? ബോർഡ് ആരെടുത്തുണ്ട്? എന്താ ചാത്തന്റെ കളിയാ? വാതെല്ലാം തുറന്ന് മലത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ അനന്തേട്ടനെ എന്തോരം പാടുപെട്ട ഒഴിവാക്കിയെന്ന് നിനക്കറിയാമോ? എന്താണ് നിനക്ക് ഈ 2 വാക്കേ അറിയാൻ പാടില്ല ഷാഹിന. അമ്പിളിക്കാ വിശക്കണ്. വേറൊരു വർത്താനം നീ വന്നപ്പോ തൊട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, പങ്കിയമ്മാവനൊന്ന് കാണട്ടെ. അതുവരെ നീ ഇതിൻ്റെ അകത്ത് ഇരുന്നു. ആര് വന്ന് മുട്ടിയാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് മുട്ടിയിട്ടൊരു കോഡ് പറയാം, അപ്പം മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ത് വന്നാലും, കേട്ടാ? കോഡ് നീ ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞേച്ചാ മതി, കേട്ടാ? എന്താണ്? അതാണോ കോഡ്? വെറുതെ പറഞ്ഞതാ. അതെ, ഒരു പ്രശ്നം ഉണ്ടല്ലോ അമ്മാവ. എന്താ പ്രശ്നം? മജീദ് അറിഞ്ഞ? മജീദ് അറിഞ്ഞല്ല, വീട്ടിലറിഞ്ഞ? അതൊന്നും അല്ലാന്ന്. ഷാഹിനയുടെ ഫുഡിന്റെ കാര്യമായി അമ്മാവനറിയാലോ. ഇന്നലെ രാത്രി ഞാൻ കഴിക്കാൻ കൊണ്ടുപോണ പോലെ കൊണ്ടുപോയി കൊടുത്ത്. ഇപ്പൊ അവള് റൂമിലുണ്ട്. ദിവസം അങ്ങനെ ചെയ്ത് അവർക്ക് സംശയം വരൂലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം അമ്മാവൻ ഉണ്ടാക്കി തന്നെ. ഞാനിനി എന്നെ നീ ഒന്നിനും വിളിക്കണ്ട, എന്നെ കൊണ്ട് പറ്റില്ലത്. നീ എന്ത് കളി കളിക്കണേ? അല്ല, ഇതെന്താ ഇങ്ങനെ പറയണേ? എന്ത്? ഞാനിനി എന്ത് ചെയ്യണമെന്ന് നീ പറയണത്? എല്ലാത്തിനും ഞാൻ കൂട്ടുന്നില്ലേ? ഒന്നില്ലെങ്കിൽ നീ ആ പെണ്ണിനെ കൊണ്ട് എങ്ങടെയും പോ. ആ ചെക്കൻ വരെ വീണ് തകടുപൊടിയായിരിക്കും കെടുക്കുക. അമ്മാവ്, ഞാൻ എന്തെങ്കിലും ചെയ്യേ, എനിക്കൊന്നും ഇത്തിരി സാവകാശം എന്താ? അതുവരെ എൻ്റെ കൂടെ ഇത്രയും നേരം നിന്നില്ലേ? അമ്പിളി, എനിക്കിനി വയ്യ, എനിക്കിനി അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്നെ വിട്. എന്റെ 100 കാര്യങ്ങൾ ചിറ്റിയിട്ട് കെടുക്കുക. എനിക്ക് പാർട്ടി ഓഫീസിലും കൂടി പോകാൻ പറ്റാത്ത അവസരമായി ഞാൻ നിൽക്കണേ. നിന്റെ ഓരോ തമാശ കളി, നിന്റെ ഒരു കാര്യം, അതിനു വേണ്ടി കുടുംബം അടക്കം ബുദ്ധിമുട്ടുക. എന്ത് കളിയാണത്? എന്നെ നീ ഇതാക്കണ്ട, കണക്കാക്കണ്ട. എന്നെ കിട്ടില്ല ഇനി അതിന്. നീ ആയി, നിന്റെ പാടായി. നീ എന്ത് ഇതാണെങ്കിൽ ചെയ്തോണ്ടിരുന്നോ ഓരോ കാര്യങ്ങള്? അതെ, അവിടെ നിന്നേ. നിർത്താനല്ല, എല്ലാം നിർത്തല്ലേ അമ്മാവൻ? അമ്മാവനാ? അമ്മാവൻ നിർത്താൻ അമ്മാവനൊന്നും തുടങ്ങിയിട്ടില്ല, നീയാ തുടങ്ങി. ഞാൻ നിർത്തി. ഇന്നത്തോണ്ട് എല്ലാം തീരട്ടെ, എല്ലാവരും അറിയട്ടെ, മജീദും പിടിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കളിക്ക് നിന്നേന്ന് എല്ലാവരോടും പറയും. എന്റെ ദൈവമേ, നന്ദില്ലാത്തോനെ. ഇത്ര നേരം ഞാൻ നടന്നു എന്റെ കൂടെ നിന്ന്. ഇത്രയും നേരം നിന്നിട്ട് അവസാന നിമിഷം കൈവിടണ എങ്ങനെയാണ്? അറ്റം വരെ നിൽക്കണ്ടേ അമ്മാവൻ? മഹാകാര്യമൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അവൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കണം, അതിന് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കുക. അതൊക്കെ പറയടാ. ഇതൊന്നും ആലോചിച്ചില്ലേ മോൻ മുമ്പേ? ഒരു വീട്ടിലേക്കാണ് നീ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് കയറ്റിയിട്ടുള്ളത്. നിനക്ക് യാതൊരു ചൂടുമില്ല. എന്നിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അവളുടെ സൗകര്യം, നിങ്ങളുടെ കാര്യങ്ങള്, അത് മാത്രം നിന്റെ മനസ്സിലുള്ളൂ. ഇവിടെ പുകഞ്ഞോണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു വഴി പറ അമ്മാവാ. എന്തെങ്കിലും ഒരു വഴി പറ. ചോറ് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തോ. എന്ത്? അവൾക്ക് ഭക്ഷണമല്ലേ വേണ്ടേ?
നീ അവിടെ നിന്ന് വിളമ്പി കൊണ്ടുപോയി കൊടുക്ക്. ഞാനെങ്ങനെ അവിടെ ചെന്ന് വിളമ്പി ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ? അതിനും കൂടിയുള്ള ഐഡിയ നീ കണ്ടു വെക്കണോടാ. അതല്ലേ ഞാൻ ചോദിക്കണത്, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. ഈ ഒരു കാര്യം ചെയ്യ്, എനിക്ക് പനിയാന്ന് പറഞ്ഞോ. എന്നിട്ട് പനിയാന്ന് പറഞ്ഞാൽ പനിയുള്ള ആള് റൂമിലല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ കഴിക്കാനാണ് ഭക്ഷണം റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മാവ ഭക്ഷണം റൂമിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ അവളിരിക്കല്ലേ, അവളെ കാണൂലേ? എന്നാ എനിക്കറിയില്ല, നീ എന്നെ ഒന്ന് ഒഴിവാക്ക് നീ അമ്പിളി. നീ അന്നൊരു കാര്യം, അമ്മാവന് ഇപ്പൊ പറഞ്ഞൊരു ഐഡിയ ഇല്ലേ പനിയാണെന്ന് പറയാൻ, അത് അമ്മാവന് പനിയാണെന്ന് അങ്ങോട്ട് പറ. എന്തിനാ എനിക്ക് പനിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ റൂമിലല്ലേ. അമ്മാവന് ആ റൂമിൽ കൊണ്ടുവന്ന് നോക്കണ ഭക്ഷണം ഞാൻ അവ കൊണ്ടുപോയി കൊടുത്താ പോരെ? എനിക്കറിയാൻ പറ്റും, എനിക്ക് പറ്റില്ല അമ്പിളി. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ ശരിയാവൂലെന്ന്. അമ്മാവൻ അവിടെ പൊതിച്ചും കൂടി കിടന്നാ മതി. അമ്മേനെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടൊക്കെ സെറ്റ് ആക്കിക്കോളാം. പനി ഞാൻ പനിയാന്ന് വെറുതെ ഒന്ന് പനിയാണ്, തീരെ ക്ഷീണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കിടക്ക്. അമ്മേനായിട്ട് വന്നിട്ട് ഞാനത് ചെയ്തോളാം. ചെല്ലി പോയി കിടക്ക്. ഉള്ള കാര്യം പറയാലോ അമ്പിളി, ഉള്ള കാര്യം നിന്നോട് പറയാലേ. എനിക്ക് ഇനി ഇവരൊന്നും പറ്റിക്കാൻ വയ്യ. എന്റെ മാനസികമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയണേ. എന്റെ പെങ്ങളെയും അളിയനെയും എല്ലാവരും ഞാൻ പറ്റിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ ചെക്കന്റെ വീഴ്ച കൂടി കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. നിന്റെ കാര്യം മാത്രം നീ പറഞ്ഞേ. അപ്പൊ പെങ്ങടെ ഇളയ മോനെ അങ്ങോട്ട് ചതിക്കാ കൂടെ നിന്നിട്ട്. നിന്നെ കൂടെ നിന്ന് ചതിക്കാൻ ഉണ്ടാക്കിയത് ഞാനാണോ? നീ നിനക്ക് വേണ്ടി പനിയും കൂടി അഭിനയിക്കണം ഞാൻ. എന്തോട്ട് നോക്കണം, പോയി പൊതച്ചും കൂടി കിടക്കുന്നൊന്ന് ഇപ്പോൾ തന്നെയാ. എന്ത് ചെയ്യും ദൈവമേ ഞാൻ. സമാധാനം എന്ന് പറഞ്ഞത് പോയി എന്ന് പറഞ്ഞ പോലെ ഒരു എണ്ണം ഉണ്ടായാൽ മതിയല്ലോ. അതേപോലെ ഒരെണ്ണം കുടുംബത്ത് മനുഷ്യനെ തീറ്റിക്കാനായിട്ട്. എവിടെ വന്നിട്ട് ഈ ജാതി കളി കളിച്ചേക്കണവൻ വീട്ടിൻ്റെ ഉള്ളിലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പനിയും ഇനി എന്തൊക്കെ ആക്കണം അവനവൻ അല്ലേ. അയ്യോ ആവോ അയ്യോ ആവോ അയ്യോ. എന്താണ് പറ്റിയേ? എന്താ ഒരു പനി പോലെ അങ്ങനെ. അയ്യോ അതെന്താ പെട്ടെന്നൊരു പനി വരാ? എന്താ അറിയില്ല. പക്ഷെ ചൂടില്ല കേട്ടോ. ചൂടുണ്ടമ്മ, കാലയിൽ ചൂടുണ്ട്. ഉള്ളില് പനി ഉണ്ടാവേ. അതെ അതിന്റെ ആവും. ചുണ്ടും നാക്കൊക്കെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. കത്തിക്കരിക്കേണ്ട ജാതി തന്നെയാണ്. എന്നാലും നമുക്ക് ആസ്പത്രി പോയാലോടാ? വേണ്ട 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 പോണ്ട. വേണ്ട വേണ്ടേ? അമ്മ പൾസ് കുറവാണ്. അതെ പൾസ് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. വിശപ്പണ്ട? ഇല്ലേ? വിശപ്പുണ്ട്. എന്താ വിശപ്പ്? ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പാ എനിക്ക്. അയ്യോ, പനിക്കുമ്പോ സാധാരണ അങ്ങനെ വിശക്കാറില്ല കേട്ടാ. ഇല്ല അമ്മ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും. എന്ത് തിന്നാലും തൃപ്തിയാവൂല അല്ലേ അമ്മാവാ? പിന്നെ അമ്മ ഒരു പണിയായി, ഇത്തിരി ഭക്ഷണം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്ക്. അമ്മാവന് ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, ഇനി നടത്തണ്ട അങ്ങാട്. എന്നാലേ ഞാൻ കുറച്ച് കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുവരാം. അത് വേണ്ട, അത് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? ഇഷ്ടല്ലേന്ന് നീ അവനോടാണോ ചോദിക്കണേ? അല്ല എന്നാ ഈ പറഞ്ഞ മാതിരിയേ ഉള്ളില് ഒരു ഇതല്ലേ കഞ്ഞി കുടിക്കുമ്പോ. എന്നാ വേണ്ടാക്കി ചോറ് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതില് കറി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇത്തിരി 1-2 നല്ല കറി വെച്ചോ. അറിയ വായിക്ക് രുചിയില്ലാത്തല്ലേ. അതെ, കറിയും ചോറൊക്കെ ഇച്ചിരിച്ച് അധികം ഇട്ടോ, വിശപ്പുണ്ടല്ല. ഇനിയിപ്പൊ അതൊരു മാനക്കേടാവണ്ട, അല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അരിഞ്ഞെടുത്തോ, ഉള്ളത് മതി. ഫ്രൂട്ട്സ് വേണം. നീ മേടിച്ചിട്ടുണ്ടോ? ഞാൻ മേടിച്ചില്ല, ഇവിടെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അവിടെ ഉണ്ടായിരുന്ന പഴം ചീഞ്ഞു പോയടാ. എന്നാ വേണ്ട, അത്ര ആഡംബരമൊന്നും കൊടുക്കേണ്ട കാര്യം അല്ല. വേണ്ട, ആവശ്യമില്ല. നമ്മളല്ലേ ഉള്ളു അമ്മാവന്, വെറുതെ ബുദ്ധിമുട്ടിച്ചത് തന്നെയാണ്. ശരിയാ. അമ്പിളി ഇല്ലെങ്കിൽ എന്റെ ദൈവേ. ഓഫ്, എന്തിനാ അധികം ഒരാളും മതിയല്ലോ ചേച്ചി. അമ്മാവാ ഒരു സുഖ സമാധാനം അതേപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈശ്വര അതിന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. നീ സമാധാനായിട്ട് കിടക്കടാ. ഞാൻ ചോറെടുത്തിട്ട് വരാം കേട്ടാ. അങ്ങോട്ട് വന്നല്ലോ ഞാൻ. ഇന്നത്തെ ചോറോടുകൂടെ നീ ഇവിടുന്ന് അവസാനിപ്പിച്ചോട്ടോ, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ വലിയ ബഹളം ഉണ്ടാക്കിട്ട് ഇവിടെ കിടന്നു, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. ബഹളം ഉണ്ടാക്കില്ലെന്നോ?
പോടാ അവിടുന്ന്. ബഹളം ഉണ്ടാക്കി എന്നെ പഠിപ്പിക്കാൻ വരണവൻ എന്തൊരു പാടാണ്. പൂജത്തം കേട്ടാ. ആ എന്താടാ ഞാൻ പനി വന്ന് അല്ല അല്ല പനിയല്ല, ഞാൻ ഇവിടെ വേറെ ഒരു നാടകത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പുണ്ണേട്ടാ ആരാ?